പ്രധാനമന്ത്രി നരേന്ദ്രമോദി 14-ന് ദോഹയിൽ പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തും. നാവികരെ വിട്ടയച്ചതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നായിരുന്നു മോചനം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിശദാംശങ്ങൾ. രോഹിണി, UAE സന്ദർശനത്തിന് ശേഷം അവിടെ നിന്നും പ്രധാനമന്ത്രി നേരെ ഖത്തറിലെ ദോഹയിലെത്തും. അവിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം നാവികരെ വിട്ടയച്ച സംഭവം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ മുൻ നാവികർ ഉദ്യോഗസ്ഥരെ അവിടെ ചാരപ്രവൃത്തി ആരോപിച്ച് അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം അവർക്ക് വധശിക്ഷയും പിന്നീട് കുടുംബം നൽകിയ അപ്പീലിൽ അവർക്ക് തടവ് ശിക്ഷയുമായിരുന്നു കോടതി വിധിച്ചത്. എന്നാൽ കൃത്യമായ ഇടപെടൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നയതന്ത്ര ബന്ധം കൃത്യമായി ഭാരതം ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി പലതവണ ഫോൺ സംഭാഷണത്തിലൂടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് അവരെ ഇന്ന് വിട്ടയച്ചതായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഏതായാലും ഇതിനുശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഖത്തർ അമീറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെ സമഗ്ര വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. രോഹിണി, ശരി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.